ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മത്തങ്ങ കറിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ മത്തങ്ങ കറി ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോ മത്തങ്ങ ക്യൂബ്സായി കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ മത്തങ്ങ നമുക്ക് കഴുകിയിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ചൊരു 10-20 ചുവന്നുള്ളി ചെറുത് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കീറിയിട്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇളക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. മത്തങ്ങ ആയതുകൊണ്ട് ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അടച്ചു മൂടിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി അത് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 1.5 മുറി തേങ്ങ എടുക്കാം. തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നല്ല ജീരകം ഇഷ്ടമല്ലാത്തവർക്ക് പെരുംജീരകം ഇടുക. നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളെ മത്തങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മത്തങ്ങ നമുക്ക് ഇങ്ങനെ കയ്യിലോണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം. കയ്യിലോണ്ട് കുറച്ച് മത്തങ്ങ ഇങ്ങനെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ച തേങ്ങയും നല്ല ജീരകം അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി വെക്കാം. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് ഉണക്കമുളകും വേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കറിയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇടുന്നുണ്ട്. ഉണക്കമുളക് ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മൂത്തതിൻ്റെ ശേഷം കറിയിൽ ഒഴിച്ച് കൊടുത്ത് അടച്ച് മൂടി വെക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.